മുതുതല AUP സ്കൂൾ കുട്ടികളിലെ പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള പരിശീലന പരിപാടികളിലൂടെ ശാസ്ത്രമേളകളിലും മത്സര പരീക്ഷകളിലും കായിക മേഖലകളിലും തിളക്കമാർന്ന വിജയം. മുതുതല AUP സ്കൂളിലല്ലേ നിങ്ങളുടെ കുട്ടികളും പഠിക്കേണ്ടത്? അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ പൂവസന്തം തീർത്ത് സംഘം. പച്ചിലവളത്തിനായാണ് ചണ, ചിങ്ങിണിച്ചപ്പ എന്നെല്ലാം വിളിക്കുന്ന ഈ പയർവർഗ്ഗച്ചെടി വളർത്തുന്നത്. പട്ടാമ്പി പെരുമുടിയൂർ പാടശേഖരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ പെരുമുടിയൂർ പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പയർ ഇനത്തിൽപ്പെടുന്ന സംഘം എന്ന ഈ ചെടി. പച്ചവളത്തിനായാണ് സംഘം പാടങ്ങളിൽ വിതയ്ക്കുന്നത്. പണ്ട് മിക്ക പാടങ്ങളിലും ഇത്തരം കാഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിലും സംഘമ്പ് ഇന്ന് അപൂർവമായി മാറുകയാണ്. കിങ്ങിണിച്ചെപ്പ്, ചണവിത്ത് എന്നീ പേരുകളും ഈ ചെടിക്കുണ്ട്. മുതുതല പെരുമുടിയൂർ പാടശേഖരത്തിലെ ഏക്കറക്കണക്കിന് സ്ഥലത്താണ് സംഘമ്പ് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഇതിലൂടെയുള്ള യാത്രക്കാർക്ക് ഇത് മനോഹരമായ കാഴ്ച കൂടിയാണ് പകർന്നു നൽകുന്നത്. മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങൾ വിവിധതരം പയർവർഗ്ഗങ്ങൾ ഇടവിളി കൃഷിയായി ചെയ്യാറുണ്ട്. വളത്തിനായി ഡേഞ്ച ഉൾപ്പെടെയുള്ളവയും പാടങ്ങളിൽ വിതയ്ക്കാറുണ്ട്. വളത്തിന് മാത്രമായാണ് സംഘം ഉപയോഗിക്കുക. 1.5 മുതൽ 3 മീറ്റർ വരെയാണ് ഇത് വളരുക. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിന്റെ ആകർഷകം. നീളം കൂടിയ ഇളം പച്ച നിറത്തിലുള്ള ഇലകളും കായകളും ഇതിനുണ്ട്. കായ ഉണങ്ങിയാൽ അകത്തെ വിത്തുകൾ കുലുങ്ങുന്ന ശബ്ദവും ഉണ്ടാകും. നാട്ടിൻപുറങ്ങളിൽ കിങ്ങിണിച്ചപ്പെന്നും കിലുക്കാംപെട്ടിയെന്നും ഇതിന് വിളിപ്പേരുണ്ട്. ഇതിന്റെ വിത്തിന് കിലോവിന് 150 രൂപ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിഭവൻ മുഖാന്തരം ഇത്തരത്തിലുള്ള വിത്തുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നില്ല. പല കർഷകരും സ്വന്തം നിലയ്ക്കാണ് ഇത് പാടങ്ങളിൽ വിതയ്ക്കുന്നത്. മണ്ണിന്റെ ഫലഭൂഷ്ഠിത വർദ്ധിപ്പിക്കാനായാണ് ഇത് നട്ടു വളർത്തുന്നത്. നൈട്രജൻ മണ്ണിൽ കൂട്ടാനും ഇത് സഹായിക്കുന്നു. ഇതിലൂടെ മണ്ണിന്റെ ആരോഗ്യവും വിളവെടുപ്പും മെച്ചപ്പെടുത്തുവാനും ഈ സസ്യം ഉപകാരപ്രദമാകുന്നു. യൂറിയ വളത്തിന്റെ ഗുണഫലം ഈ പച്ചില വളം കൊണ്ട് ലഭ്യമാവുമെന്നാണ് കൃഷി ഓഫീസർമാർ പറയുന്നത്.